ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിശ്വം ദർശന ദർപ്പണദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായാ ബഹിര്യോദ്ഭൂതം യഥാ നിദ്രയാം യസാക്ഷീകുരുതേ യസാക്ഷാത്കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തേ. അഥാതോ യോഗജിജ്ഞാസ. മറ്റ് പല കാര്യങ്ങളും പഠിച്ചു, പലതും പ്രവർത്തിച്ചു, പലതും കണ്ടു കേട്ടു. ഇനി യോഗശാസ്ത്രത്തെപ്പറ്റി പ്രതിപാദിക്കാമെന്ന് പതഞ്ജല യോഗദർശനത്തിലെ ആദ്യത്തെ സൂത്രമാണ് അഥാതോ യോഗജിജ്ഞാസ. യോഗം എന്താണെന്ന് ഉള്ളതിനെപ്പറ്റി ചിന്തിക്കാം, വിചാരിക്കാം, പരസ്പരം ചർച്ച ചെയ്യാം. യോഗ എന്ന വാക്കിനർത്ഥം യോഗ ചിത്തവൃത്തി നിരോധ. യോഗം എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചിത്തവൃത്തികളെ, മനസ്സിൻ്റെ വിചാരങ്ങളെ, മനസ്സിലെ തരംഗങ്ങളെ, മനസ്സിൻ്റെ തിരകളെ, ചിന്തകളെ അടക്കി സ്വസ്വരൂപത്തിൽ ആത്മാവിൽ, തൻ്റെ അന്തരാത്മാവിലേക്ക് അന്തർമുഖമായിട്ട് കൊണ്ടുവരിക. ആ ക്രിയയുടെ ഫലമാണ് യോഗം. ആത്മചിന്തനം ചെയ്യുക, ആത്മാനുസന്ധാനം ചെയ്യുക, അന്തർമുഖമാകുക. നമ്മൾ ഇതുവരെ ബഹിർമുഖമായിട്ട് കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, ഇങ്ങനെ ഒരുപാട് ഇന്ദ്രിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അഥാതോ യോഗജിജ്ഞാസ, ഇനി യോഗത്തെപ്പറ്റി അല്പം ചിന്തിക്കാം, പരാമർശിക്കാം എന്ന് യോഗാചാര്യനായ യോഗഗുരുവായ പതഞ്ജലി മഹർഷി പറയുകയാണ്. എന്തിനാണ് അന്തർമുഖമാകുന്നത്? ബഹിർമുഖമായിട്ട് പുറത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ അന്വേഷിച്ച് സ്ഥിരമായ സുഖവും ശാന്തിയും അന്വേഷിച്ച് നടന്നു. ഒക്കെ ക്ഷണികമാണ്, ഇപ്പൊ വന്നുപോയി. ലക്ഷ്മി സ്തോയതരംഗ പങ്കജബല. തിരമാതിരിയ, തിര വന്നുപോയി. ധനം വന്നുപോയി. അങ്ങനെ ഈ ചഞ്ചലമായ മനസ്സ് പുറത്ത് അന്വേഷിച്ച് നടന്ന് മടുത്തു കഴിയുമ്പോൾ കുറ്റിയിൽ ചുറ്റിയ പശു നടന്ന് മടുത്ത് ഒരിടത്ത് കിടക്കും. വാണിയന്റെ കാളയ്ക്ക് തൻ്റെ വീട് തന്നെ കറയി കോസ് 50 എന്നാണ് പറയുന്നത്. ഒരു കോശം എന്ന് പറയുന്നത് 3 മൈൽ 3.5 മൈലാണ് പണ്ടത്തെ കണക്കനുസരിച്ച്. അപ്പം പുറത്തു പോകുന്നില്ലെങ്കിലും വാണിയന്റെ കാള, ചക്കിൽ കെട്ടിയിരിക്കുന്ന കാളയ്ക്ക് അവിടം തന്നെ ഒരു ദിവസം എത്രയോ മൈൽ നടക്കുന്നുണ്ട്. ഖറയി കോശ് 50 എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മനസ്സ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കഷ്ടപ്പെട്ട് സുഖവും ദുഃഖവും അനുഭവിച്ച് സ്ഥിരമായ ഒരു സ്ഥിരത, ഇനി മറ്റൊരു സുഖം വേണ്ട, ഇനി മറ്റൊരു ശാന്തി വേണ്ട, യഥാർത്ഥത്തിലുള്ള അനന്തമായ നഷ്ടപ്പെടാത്ത ശാന്തിയും സമാധാനവും തനിക്ക് ലഭിച്ചു എന്നൊരു കൃതാർത്ഥത വരണമെങ്കിൽ ബഹിർമുഖമായിരുന്ന മനസ്സിനെ അന്തർമുഖമാക്കണം. അതിനുദാഹരണമാണ് സൂര്യന്റെ ഛിന്ന ഭിന്നമായ രശ്മികളെ പ്രിസത്തിൽ കൂടി ഏകാഗ്രപ്പെടുത്തി കടലാസില് പേപ്പറിലേക്ക് പിടിച്ചാൽ പേപ്പറിന് തീ പിടിക്കുന്നു. സയൻസിൽ നമ്മൾ പഠിക്കാറുള്ളതാണ്. ഛിന്ന ഭിന്നമായി പോയ രശ്മികളെ
ഒരിടത്ത് ഏകീകരിച്ച് കഴിയുമ്പോൾ അവിടെ അഗ്നി ഉണ്ടാകുന്നു. അതുപോലെ അലഞ്ഞു തിരിഞ്ഞ മനസ്സ് അന്തർമുഖമായിട്ട് ഏകാഗ്രമാകുമ്പോൾ നാം യഥാർത്ഥ സുഖത്തിലേക്കും ശാന്തിയിലേക്കും സ്വസ്വരൂപത്തിലേക്കും അടുക്കുകയാണ്. അതാണ് യോഗശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അഥാതോ യോഗജിജ്ഞ. അതുകൊണ്ട് ഇനി അന്തർമുഖമാകാം. അകത്തുള്ള സൗന്ദര്യം, കാഴ്ചകള്, അകത്തുള്ള ശബ്ദം, അകത്തുള്ള ആത്മ അനുഭൂതി, അനന്തമായ രഹസ്യങ്ങള് ഇനി മനസ്സിലാക്കാം എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകം തുടങ്ങുക. അഥാതോ യോഗജിജ്ഞാസ എന്ന് കഴിഞ്ഞിട്ട് യോഗ ചിത്തവൃത്തി നിരോധ. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ, മനസ്സിന്റെ അലച്ചിലിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ആത്മാനുസന്ധാനം ചെയ്യുക, സ്വസ്വരൂപത്തിലേക്ക് പോവുക. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത. അതിന് ഭക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ സ്തോത്രം ചൊല്ലുന്നത് കൊണ്ടോ കീർത്തനം പാടുന്നത് കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി പുറത്തലഞ്ഞു തിരിയുന്ന മനസ്സിനെ അന്തർമുഖമായി തൻ്റെ ഉള്ളിലെ ആത്മവെളിച്ചത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് ആക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള യോഗം. ആദ്യകാലത്ത് കുറച്ച് പ്രയത്നിക്കേണ്ടി വരും. ഒടുവിൽ സ്വാഭാവികമായി കഴിയുമ്പോൾ ആ സ്വാഭാവിക പ്രക്രിയ ഇങ്ങനെ നടന്നോളും. അത്യാവശ്യ ശാരീരിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ബഹിർമുഖമായിട്ട് ഇരുന്നിട്ട് ബാക്കി സമയമൊക്കെ അന്തർമുഖമാകും. ക്രിയാന്തരാസക്തിം അപാസ്യ കീടകോ ധ്യായന്യഥാളിം അളിഭാവമിശ്വതി. വേട്ടാളൻ എന്ന ചെറുപ്രാണി ഒരു പറക്കുന്ന ജീവിയാണ്. അത് പുഴുവിനെ എടുത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂടിനകത്ത് വെച്ച് ആ കൂട് നനഞ്ഞ മണ്ണുകൊണ്ട് തന്നെ അടച്ചു കഴിഞ്ഞ് പുറത്തിരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോ തന്നെ ഭക്ഷിക്കാൻ വന്ന വേട്ടാളന്റെ രൂപം കണ്ട് ബോധം കെട്ടുപോയ, ഭയപ്പെട്ടു പോയ പ്രാണി അല്ലെങ്കിൽ പുഴു, ആ പുഴു പ്രാണിയെപ്പറ്റി വീണ്ടും 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 വിചാരിച്ച് അതായിട്ട് തന്മയമായിട്ട് ആ കൂട് പൊട്ടിച്ച് പുഴു വേട്ടാളനായിട്ട് പുറത്തേക്ക് വരും. അതിനാണ് ആത്മാവ്, സ്വസ്വരൂപം എല്ലാത്തിനും ആധാരമാണ്. അത് ജ്ഞാനസ്വരൂപമാണ്, സർവവ്യാപകമാണ്, സർവാധാരമാണ്, സർവവ്യാപകമാണ്, സർവജ്ഞനാണ്, സർവത്തിനും അതീതനാണ്, അനന്തമാണ്. ആർക്കും ഒന്നും നാവുകൊണ്ട് അതെന്താണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കില്ല. ഈ അന്വേഷണത്തിനെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ ധ്യാനം കൊണ്ട് ധ്യാനിക്കുക എന്ന് പറയുന്നത്. ധ്യാനിക്കുന്ന സമയത്ത് ധ്യാനിക്കുന്നയാള്, ധ്യാനം എന്ന ക്രിയ, ധ്യാനിക്കുന്ന വസ്തു, ഈ മൂന്നുണ്ട്. ഒരു തീർത്ഥയാത്ര പോകുന്ന മാതിരിയാണ്. ഈ മനസ്സിനെ പിടിച്ച് തീർത്ഥയാത്ര കൊണ്ടുപോവുകയാണ്. നീ ചീത്ത വിചാരങ്ങളൊന്നും ചെയ്യരുത്, നീ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതേ സംസാരിക്കാവൂ, നല്ലതിനെ പറ്റിയേ നീ നനയ്ക്കാവൂ. അങ്ങനെ നീ തന്നെ നല്ലതായിട്ട് തീരുക. എന്തിനെപ്പറ്റി ചിന്തിക്കുന്നോ അതായിട്ട് തീരുക. രാമായണത്തിലെ സീത രാവണനാൽ അപഹരിക്കപ്പെട്ട് ശ്രീലങ്കയില് ഇരിക്കുന്ന അവസരത്തില് വിഭീഷണന്റെ മകള് ഭക്തയാണ്. വല്ലപ്പോഴുമൊക്കെ സീതയുടെ അടുത്ത് വരും. സീത പറഞ്ഞു, ഞാൻ രാമനെ പറ്റി ചിന്തിച്ച് രാമനായിട്ട് തീരുവോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിഭീഷണന്റെ മകൾ സരമ പറഞ്ഞു, എങ്ങനെയായാലും ഒരു രാമനും സീതയും ഉണ്ടാവും. ശ്രീരാമൻ സീതയെ പറ്റി ചിന്തിച്ച് സീതയായിട്ട് തീരുമോ എന്ന് ശങ്കിക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ സീത രാമനെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് രാമനായി തീർന്നാലും, രാമൻ സീതയെ പറ്റി, പ്രിയ പത്നിയെ പറ്റി ചിന്തിച്ച് സീതയായിട്ട് തീർന്നാലും ശേഷിക്കുന്നത് ഒരു രാമനും സീതയും എന്നും ഉണ്ടാവും. അതാണ് ഇവിടെ തത്വം. ആ തത്വമാണ് ഇവിടെ. നാം എന്തിനെപ്പറ്റി, ഏത് ആത്മ അനുഭവത്തെപ്പറ്റി, വെളിച്ചത്തിനെ പറ്റി, സ്വയംപ്രകാശ വസ്തുവിനെ പറ്റി, സർവവ്യാപകമായ പരമ്പൊരുളിനെ പറ്റി ചിന്തിക്കുന്നോ, അപ്പോഴാണ് നമുക്ക് മനസ്സിന്റെ അനന്ത ശക്തിയെപ്പറ്റിയും സാധ്യതകളെ പറ്റിയും മനസ്സിന്റെ സിദ്ധികളെ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് ധ്യാനിക്കുന്നവർക്ക് ഏകാഗ്രത കിട്ടും, ഓർമ്മശക്തി വർദ്ധിക്കും, അവർക്ക് നിരോധി രോഗം അധികം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത്. ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, വർണ്ണപ്രസാദം, സ്വരസൗഷ്ഠവം ച ഗന്ധശുഭോ മൂത്രപുരീഷമൽപ്പം യോഗപ്രവൃത്തിം പ്രഥമാം വദന്തി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. ലഘുത്വം എന്ന് പറഞ്ഞാൽ ശരീരം മെലിഞ്ഞിരിക്കും, പക്ഷേ ആരോഗ്യത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. ലഘുത്വം, ആരോഗ്യം, നല്ല ആരോഗ്യമുള്ളവനായിരിക്കും, നിരോഗിയായിരിക്കും എപ്പോഴും യോഗി. ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, ഒന്നിനോടും ഒരു ബന്ധനം, അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, വർണ്ണപ്രസാദം, മുഖത്ത് ആ ബ്രഹ്മചര്യത്തിന്റെ ശക്തി കൊണ്ട് ഒരു സുവർണ പ്രകാശമുണ്ടായിരിക്കും. വർണ്ണപ്രസാദം, സ്വരസൗഷ്ഠവം, നല്ല മധുരമായ ശബ്ദമായിരിക്കും. ഒരു യോഗിയുടെ ശബ്ദം ഒരിക്കലും ചിരട്ട കല്ലിലിട്ട് ഉരച്ച പോലെ ആവില്ല, കറുകറ കിറുകറ ആയില്ല, കിറുകിറുത്തല്ല. ഗന്ധശുഭോ, യഥാർത്ഥ യോഗി നമ്മുടെ സമീപത്ത് വരുമ്പോ നമുക്ക് ഒരു സുഗന്ധ വ്യഞ്ജനത്തിന്റെ വസ്തുവിന്റെ ഏതെങ്കിലും ഗന്ധമുണ്ട് അനുഭവപ്പെടും. ഗന്ധശുഭോ മൂത്രപുരീഷമൽപ്പം, യോഗിയുടെ മൂത്രവും പുരീഷവും, മലവും മൂത്രവും കുറഞ്ഞിരിക്കും, ആഹാരം കുറഞ്ഞിരിക്കും, സാത്വികമായ ആഹാരമായിരിക്കും കഴിക്കുന്നത്. അതുകൊണ്ട് മലമൂത്രങ്ങള് താരതമ്യേന കുറവായിരിക്കും. ഗന്ധശുഭോ മൂത്രപുരീഷമൽപ്പം യോഗപ്രവൃത്തിം പ്രഥമം വദന്തി. യോഗം അഭ്യസിക്കുന്നവർക്ക് ആദ്യം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഭഗവത്ഗീത പറയുന്നുണ്ട്, തപസ്സിഭ്യോ അധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗീ ഭവാർജുന. തപസ്സിഭ്യോ അധികോ യോഗി, യോഗി വലിയ വലിയ കൊടും തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണ്. ജ്ഞാനിഭ്യോപി മതോധിക, വലിയ ആത്മജ്ഞാനികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ്. തപസ്സിഭ്യോ അധികോ യോഗി ജ്ഞാനിഭ്യോ വിമധോധിക. എന്റെ അഭിപ്രായം അങ്ങനെയാണ് എന്ന് ശ്രീകൃഷ്ണൻ അർജുനനാകുന്ന ജീവനോട് പരമാത്മാവാകുന്ന ശ്രീകൃഷ്ണൻ പറയുകയാണ്. കർമ്മിഭ്യശ്ചാധികോ യോഗി, വലിയ വലിയ കർമ്മഠന്മാര്, എപ്പോഴും കർമ്മം അനുഷ്ഠിക്കുന്നവരെക്കാൾ യോഗി ശ്രേഷ്ഠനാണ്. കർമ്മിഭ്യശ്ചാധികോ യോഗി, കർമ്മികളെക്കാള് കർമ്മഠന്മാരെക്കാൾ യോഗി ശ്രേഷ്ഠനാണ്. കർമ്മഭ്യ അധികോ യോഗി തസ്മാത് യോഗീ ഭവാർജുന. അതുകൊണ്ട് അർജുന, നീ യോഗിയായിട്ട് തീരൂ, നിന്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തൂ, നിനക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നീ തീരുമാനിക്കൂ, എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യൂ, അതിൻ്റെ ശുഭാശുഭ കർമ്മങ്ങൾ അനുഭവിക്കുക. ചിലപ്പോൾ ശുഭമായിരിക്കും, അശുഭമായിരിക്കും. കർത്തവ്യം അനുഷ്ഠിക്കൂ എന്ന് യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ മുമ്പിൽ നിൽക്കുന്നതൊക്കെ ബന്ധുക്കളാണ്, സഹോദരന്മാര്, ഗുരുക്കന്മാര്, ആചാര്യന്മാര്, ബന്ധുക്കള്, മറ്റ് അനേകം രാജാക്കന്മാര്,
ഈ നിരപരാധികളെയൊക്കെ കൊന്നിട്ട് എന്ത് സുഖം അനുഭവിക്കാനാണ് എന്ന് അർജുനൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങള് ഭിക്ഷാന്തേഹികളായിട്ട് കാട്ടിൽ പോയെങ്കിലും രാജ്യം അനുഭവിക്കാനുള്ള ആഗ്രഹം ബാക്കി കിടന്നതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും രാജ്യാധികാരത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷേ ഭഗവാൻ പറഞ്ഞതും ശരിയാണ്, അർജുനൻ പറഞ്ഞതും ശരിയായിട്ട് വരുന്നുണ്ട്. മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോ അർജുനൻ പറഞ്ഞത് ശരിയാ. ഇവിടെ ആർക്കും യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവുന്നില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാര്, മക്കളില്ലാത്ത അമ്മമാര്, സന്താനങ്ങളില്ലാത്ത അച്ഛന്മാര്, അച്ഛന്മാരില്ലാത്ത മക്കള്, സഹോദരന്മാര് ഇല്ലാത്ത സഹോദരിമാര്, സഹോദരിമാരില്ലാത്ത സഹോദരന്മാരിങ്ങനെ എല്ലാം യുദ്ധത്തിൽ സ്വയം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്ത് അവസാനിച്ചു. കണ്ണീരും കയ്യുമാണ് ബാക്കി വന്നത്. കനകം മൂലം കാമിനി മൂലം. അങ്ങനെ കനകത്തിനും ധനത്തിനും സ്ത്രീക്കും വേണ്ടി, ഭൗതിക സ്ത്രീ സുഖത്തിനു വേണ്ടി, പണമുള്ളവർക്ക് കിട്ടുന്ന ആദരവിന് വേണ്ടി, കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. നാണം കെട്ടും പണം തേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുള്ളൂ. പണമുണ്ടെങ്കിൽ പിണവും വാപൊളിച്ചിടും എന്നൊക്കെ നമ്മുടെ പൂർവീകര് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജീവൻ അനന്തജന്മം ഉണ്ടെങ്കിലും ഇനി ജന്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടു, അനുഷ്ഠിച്ചു. നമുക്ക് നിത്യമായ സുഖവും ശാന്തിയും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി യോഗം അഭ്യസിക്കാം, നീ യോഗിയായിട്ട് തീരൂ എന്ന് ശ്രീകൃഷ്ണനും പറയുന്നുണ്ട്. യോഗി എല്ലാവരിലും ശ്രേഷ്ഠനാണ്. യോഗിയേക്കാൾ ഉയർന്നവനായിട്ട് ആരുമില്ല. മനസ്സിനെ കൺട്രോളിൽ, മനസ്സ് നിയന്ത്രണത്തിൽ വെച്ച് ആത്മചിന്തനം ചെയ്ത് നല്ല മാർഗത്തിൽ പോകുന്നവരെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല. അവരൊരു പക്ഷെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാകാം, അറിയപ്പെടുന്നവരാകാം, ലോകം അറിയപ്പെടാത്തവരാവാം, ഒരിടത്ത് സ്ഥിരം താമസിക്കുന്നവരാവാം, സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നവരാവാം. ചരൈവേദി. സന്യാസിമാര്, ജ്ഞാനികള് ലോക നന്മയ്ക്ക് വേണ്ടി സഞ്ചരിച്ച് ധർമ്മ മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന്. ഭിക്ഷാസനഞ്ച മൗനിത്വം സമ്യക് ജ്ഞാനഞ്ച വൈരാഗ്യം ധർമ്മോയം ഭിക്ഷുവോമത. ഇത് ഭിക്ഷുവിന്റെ ധർമ്മമാണ്. ഭിക്ഷാസനം, താൻ ഇരിക്കുന്നിടത്ത് തനിക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഭിക്ഷ വാങ്ങിച്ച് ആരോടെങ്കിലും വാങ്ങിച്ചു കഴിച്ചു. ഭിക്ഷാസനഞ്ച മൗനിത്വം സമ്യക് ജ്ഞാന. മൗനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന്, അത്യാവശ്യത്തിന് നല്ല കാര്യം മാത്രം സംസാരിക്കുക. തൂക്കിയളന്ന് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം വളരെ ചുരുങ്ങിയ വാക്കില്. ഭിക്ഷാസനഞ്ച മൗനിത്വം അതിനുദാഹരണമാണ് പശുക്കള്. പശുക്കളെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗോവ് തൻ്റെ കുട്ടിയെ കണ്ടില്ല, എന്തെങ്കിലും പെട്ടെന്ന് അപരിചിതത വന്നു, അത്യാവശ്യത്തിന് മാത്രമേ പശു തൊഴുത്തിൽ ശബ്ദം ഉണ്ടാക്കാറുള്ളൂ, അമറാറുള്ളൂ. ഭിക്ഷാസനഞ്ച മൗനിത്യം സമ്യക് ജ്ഞാനം, എപ്പോഴും ജ്ഞാന വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. സമ്യക് ജ്ഞാനഞ്ച വൈരാഗ്യം. അവിടെ വൈരാഗ്യം എന്ന വാക്കിന് മറ്റുള്ളവരുള്ള വിരോധം എന്നുള്ള അർത്ഥമല്ല. കാണാനും കേൾക്കാനും രുചിക്കാനും ഒക്കെയുള്ള ഇന്ദ്രിയ വ്യാപാരത്തിനോടുള്ള വിരക്തി, ആഗ്രഹമില്ലായ്മ, അന്തർമുഖത, ധ്യാനാത്മകത. എപ്പോഴും ധ്യാനത്തിലായിരിക്കും, ഉറക്കത്തിലിരിക്കും, ഉത്തമം സഹജാവസ്ഥയിലായിരിക്കും. ധ്യാനം ഉറച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തൈലധാരാവത്ത്
ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്ന മാതിരിയോ, നദീപ്രവാഹത്ത് ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാതിരിയോ ഇടതടവില്ലാതെ ധ്യാനം സ്ഥിരമായി കഴിഞ്ഞാൽ ധ്യാനത്തിൻ്റെ ആ ഒഴുക്ക് എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അതിന് അന്തമില്ല. അതാണ് തൈലധാരാവത്ത്, നദീപ്രവാഹവത്ത് എന്നൊക്കെ പറയും. ഇനി ഈ മനസ്സിനെ ശുദ്ധമാക്കാൻ എങ്ങനെ ഈ മനസ്സിനെ ശുദ്ധമാക്കി ആത്മാവിലേക്ക് അന്തർമുഖതയാകാൻ പറ്റും? നമുക്കറിയാം, ഹസ്തിസ്നാനവത്ത് എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. ആനയെ കുളിപ്പിച്ച് ചന്ദനവും ഭസ്മവും തൊടിയിച്ച് ക്ഷേത്രദർശനം ഒക്കെ കഴിച്ച് നല്ല ആഹാരമൊക്കെ കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടുക. അല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ടാവും വീണ്ടും വെള്ളം കിട്ടുമെങ്കിൽ അതിട്ട് മണ്ണ് കുഴച്ച് വീണ്ടും പൊടിമണ്ണ് വാരി മുകളിലിടും. കാലുകൊണ്ട് തൊഴിച്ചായാലും മണ്ണ് പൊടിമണ്ണലാണ്, അങ്ങനെ കുഴമണ്ണാണ്, അങ്ങനെ ആന. അതാണ് ആനയെ കുളിപ്പിച്ച് കെട്ടിയ പോലെ എന്ന് പറയുക. അസ്ഥിസ്നാനവത്ത് ഒരു പ്രയോജനവുമില്ല. എത്ര വരച്ച് തേച്ച് കഴുകി ചന്ദനവും ഭസ്മവും തൊടിയിച്ച് സുഗന്ധലേപനവും ചെയ്ത് നല്ല ആഹാരമൊക്കെ കൊടുത്ത് ക്ഷേത്രദർശനവും കഴിഞ്ഞ് അവിടുന്ന് പ്രസാദവും വാങ്ങി കഴിച്ചിട്ട് കൊണ്ടുപോയി ആനയെ ഒരിടത്ത് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ പിന്നെയും പൊടി വാരി മേത്തിടും. അതുപോലെ ഈ മനസ്സ് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എത്ര ശുദ്ധമാക്കിയെടുത്താലും വീണ്ടും വീണ്ടും എന്തോ ഒരു ശക്തി, നമ്മളതിന് മായയെന്നോ ശാത്താനെന്നൊക്കെ പറയും, ആ ശക്തി നമ്മെ വീണ്ടും വീണ്ടും ഈ മനസ്സിനെ എങ്ങനെയാണോ ആകാശത്തില് സൂര്യനെ കാർമേഘങ്ങള് വന്ന് മൂടുന്നു, ഒരു കാറ്റ് വന്ന് അടിച്ചു മാറുന്നു കാർമേഘങ്ങൾ, വീണ്ടും വേറെ ഒരു സ്ഥലത്ത് നിന്ന് മേഘം വന്ന് മൂടുന്നു. അതുപോലെ ഈ മനസ്സിനെ എപ്പോഴും ജാഗ്രതയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മനസ്സ് വീണ്ടും അശുദ്ധമാകും, കളങ്കപ്പെടും, മനസ്സ് ചഞ്ചലപ്പെടും. അതുകൊണ്ടാണ് യോഗിക്ക് അല്ലെങ്കിൽ നിവൃത്തി മാർഗത്തിൽ പോകുന്ന ആളിന് അധികം കർമ്മം പാടില്ല, ഒരുപാട് കർമ്മകലാപങ്ങളിൽ പെടരുത്. പെട്ടാൽ മനസ്സിനെ ഏകാഗ്രമാക്കി ഒരിടത്ത് നിർത്താൻ സാധിച്ചെന്നിരിക്കില്ല. സാധിക്കില്ല, ഇരിക്കില്ല എന്നല്ല, സംശയമൊന്നുമില്ല. കർമ്മകലാപങ്ങൾ എത്ര കുറയുന്നോ, എത്ര പ്രവൃത്തിയിൽ പോകുന്നോ അത്രയും മനസ്സ് ചഞ്ചലമാകും. എത്ര നിവൃത്തിയായിട്ട് അന്തർമുഖമാകുന്നോ അത്രയും മനസ്സ് ഏകാഗ്രപ്പെടുന്നു. ഇതിനെയാണ് യോഗമാർഗമെന്ന് യോഗാചാര്യന്മാർ ഉപേക്ഷിക്കുന്ന ക്രിയ, അല്ലെങ്കിൽ ആ കർമ്മം. ഇത് വളരെ സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. ഇത് സൂക്ഷ്മമായ ഒരു പ്രക്രിയയാണ്. നാം ഒച്ചയിൽ നാമം ജപിക്കുന്നു, കീർത്തനം പാടുന്നു, അതൊക്കെ പുറത്ത് വലിയ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അതേസമയം മനേ വനേ കോണ എന്ന് പറയും. മനസ്സിൽ ധ്യാനം, വനം എന്ന് പറയുന്ന ഏകാഗ്രത, ഏകാന്തത. ഒരു മൂലയ്ക്ക് ഒരു മുറിയിലിരുന്ന് നമ്മള് മുറി അടച്ച് എന്ത് ചെയ്യുന്ന ആർക്കറിയാം? അതുപോലെ യോഗസാധന, ഭക്തി സാധന, ജ്ഞാനസാധനയൊക്കെ ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ടേ ചെയ്യാവൂ. അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നാൽ അതുകൊണ്ടാണ് യോഗസിദ്ധി വന്നു കഴിഞ്ഞ് അത് പ്രയോഗിക്കരുതെന്നും അതിനെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കരുതെന്നും ഒക്കെ പറയാൻ കാര്യം. പിന്നെ ആ ഏകാഗ്രത നഷ്ടപ്പെടുന്നു, തൻ്റെ സിദ്ധികളും നഷ്ടപ്പെടുന്നു. അതിനെ ദുരുപയോഗം ചെയ്താൽ, യോഗ സിദ്ധി ഉണ്ടായിട്ട് ദുരുപയോഗം ചെയ്താൽ മാനസിക ക്ലേശം, ശാരീരികമായ രോഗം ഇതുണ്ടാവും. രോഗവും മാനസിക ക്ലേശവും ഉണ്ടാവും. ആളുകൾക്ക് ആ യോഗസിദ്ധിയെ പറ്റിയല്ല, അവർക്ക് ജ്ഞാനമാർഗം കാണിച്ചു കൊടുക്കണം. അവർക്ക് ഭക്തി, ഈശ്വര സ്മരണ ഉണ്ടാകാൻ, അവരുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനുള്ള നല്ല കാര്യങ്ങളെ സ്വയം ഏർപ്പെടുകയും മറ്റുള്ളവരെ ഏർപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് സാധന മാർഗം. മാർഗം ഒന്ന്
മാർഗമെന്ന് പറയുമ്പോൾ പോകാനുള്ള വഴിയാണ്. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ജീവബ്രഹ്മ പരയോരൈക്യം. ഞാൻ ആര് എന്ന് അറിയുക, അതാണ് സാധനയുടെ എല്ലാം ലക്ഷ്യം. ഹൂ ആം ഐ, ഞാൻ ആരാണ്, അതിനെ എങ്ങനെ പ്രാപിക്കാം, അതിനെന്ത് മാർഗങ്ങള്, അതിന് ഉള്ള സാധനങ്ങൾ എന്താണ്, അത് ഏതെല്ലാം ഗുരുക്കന്മാരിൽ നിന്ന് ഈ യോഗ സാധന അഭ്യസിക്കാം, നല്ലത് സ്വീകരിക്കാം. പ്രകൃതിയിൽ നിന്ന് ഭാഗവതത്തിലെ അവധൂതൻ 24 ഗുരുക്കന്മാരുണ്ട്. അദ്ദേഹം എല്ലാ ജീവികളിൽ നിന്നും ശബ്ദം കൊണ്ട് മാൻ ബന്ധിക്കപ്പെടുന്നു. നല്ല ശബ്ദം കേട്ടാൽ മാൻ നിശ്ചലമായിട്ട് നിൽക്കും, വേട്ടാളൻ അമ്പ ചെയ്ത് കൊല്ലും. കാമം കൊണ്ട് ആന കുഴി ചെന്ന് ചാടുന്നു. കൊമ്പനാന പിടിയാനയുടെ പുറകെ പോയി ചെന്ന് നാട്ടുകാരുടെ കുഴിയിൽ വീണ് അവൻ ബന്ധിക്കപ്പെട്ട് നാട്ടാനയായിട്ട് തീരുന്നു. അതുപോലെ സഹനത്തിന് ഭൂമി. പട്ടുനൂൽ പുഴു തൻ്റെ ഉള്ളിലെ രസം കൊണ്ട് കൂടുണ്ടാക്കി താൻ തന്നെ അതിൽ ബന്ധിക്കപ്പെടുന്നു. തൻ്റെ തന്നെ ചീത്ത വിചാരങ്ങൾ തനിക്ക് ബന്ധനമായിട്ട് വരുന്നു. അഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്ന സ്വയം ശുദ്ധമായിരിക്കുന്നു. ജലം എല്ലാറ്റിനെയും ശുദ്ധമാകുന്നു, അതൊടുവിൽ താനും ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രകൃതി തന്നെ ആലോചനാശക്തിയുള്ളവർക്ക് ഗുരുവാണ്. അനേകം വളകളിട്ട സ്ത്രീ നെല്ല് കുത്തിയപ്പോൾ ശബ്ദമുണ്ടായി. വളകൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഓരോ കയ്യിലും ഓരോ വള വന്നപ്പോൾ ഒരു ശബ്ദവുമില്ല. അതുകൊണ്ട് ഒറ്റയായിരിക്കണം. മനസ്സെപ്പോഴും ഏകാന്തതയിലിരിക്കണം. മനസ്സിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ വിചാരം ആത്മാവിലായിരിക്കണം. ക്രിയാന്തരാസക്തിമപാസ്യ കീടകോ ധ്യായൻ യഥാളിം ഹളിഭാവിംശതി തഥൈവ യോഗി പരമാത്മതത്വം ധ്യായൻ സമായാതി തദേക നിഷ്ഠയാ. ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്ത ബാഹ്യാർത്ഥധീര അന്യാവേത്തിത ഭോഗ്യഭോഗകലന നിദ്രാലുവത് ബാലവത് സ്വപ്നാലോകിത ലോകവത് ജഗതിദം പശ്യൻ കൊച്ചിൽ ലബ്ധധി രാഷ്ട്രേ കശ്ചിത് അനന്ത പുണ്യഫലഭു ധന്യ സമാന്യോ ഭുവി. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.